വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. അതിന് പഴുത്ത ചക്കയുടെ ചുള രണ്ട് ഭാഗമാക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പോവാം. ആദ്യം ഈ മൈദ ഇതിലിട്ടു 10 സ്പൂൺ, പോലെ അരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ലേശം, പിന്നെ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ട് ഞാൻ നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത ചക്ക നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചക്ക ഇതിൽ ഇടണം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ലേ അതുപോലെ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ വിത്തിൻ്റെ നമ്മൾ ഇതിൽ ഇടണം. ഇപ്പോൾ പഞ്ചസാര ഒന്നും ഇതിൽ കൂട്ടേണ്ട വരുന്നില്ല, നല്ല മധുരമുള്ള കാരണം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ പോലെ നന്നായിട്ട് ഫ്രൈ ആവണം. ഇപ്പോൾ ചക്കയുടെ സീസണായ കാരണം നമുക്ക് ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാം. ഒരു ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച സ്നാക്സ് ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങി. അപ്പോൾ ഞാനത് എടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഈ മൈദയുടെ കൂട്ടിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂട്ടാം കേട്ടോ. ഒരു സെറ്റും കൂടി ഞാൻ ഇടാൻ പോവാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഞാൻ പറഞ്ഞോണം പഞ്ചസാര ഇതിൽ കൂട്ടാം കേട്ടോ. ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറായി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഈ മൈദയുടെ കൂട്ടിൽ കൂട്ടാം. അതുപോലെ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു തുണ്ട് ഏലക്കായയുടെ പൊടി ഇടാം. ഇപ്പം ഞാൻ ഇതിൽ പഞ്ചസാരയും ഏലക്കായും ഒന്നും കൂട്ടിയിട്ടില്ല, സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക.